ക്രൈം ത്രില്ലർ സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലാണ് സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്നത് മലയാള സിനിമയെ ലജ്ജിപ്പിക്കുന്ന മസാല കഥകളാണ്. ഇതുവരെയും പരാതി പട്ടികയിലുള്ളത് 18 പേർ, സംശയനിഴലിലുള്ളവർ വേറെയും. വിവിധ പരാതികളിൽ നടിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം എന്താകും? സോണിയ മൽഹാറിൻ്റെ പരാതിയിലുള്ള ആ യുവനടൻ ആരാണ്? മിനു മുനീർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയാകുന്നതോടെ താരങ്ങളുടെ അറസ്റ്റ് ഉണ്ടാകുമോ? ഇനിയും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനങ്ങളിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് 18 പേർക്കെതിരായ പരാതികളാണ്. ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതിയുമായി യുവനടി രംഗത്തെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. അതിനിടെ വിവിധ പരാതികളിൽ അന്വേഷണം തുടങ്ങിയ പ്രത്യേക സംഘം നടിമാരുടെ മൊഴിയെടുത്തു. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടി മിനു മുനീർ, സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. യുവനടന്റെ പേര് അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയതായി പരാതി നൽകിയ ശേഷം സോണിയ മൽഹാർ പറഞ്ഞു. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടി മിനു മുനീറിന്റെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി, അജിത ബീഗം എന്നിവർ ആലുവയിലെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. നടന്മാരായ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചത്. സമൂഹ മാധ്യമത്തിലൂടെ ആരോപണം ഉന്നയിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത്. 2013 തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നതായും അവർ വ്യക്തമാക്കിയിരുന്നു. 2013 ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ വ്യക്തികൾ തന്നെ ശാരീരികമായും വാക്കുകൊണ്ടും അധിക്ഷേപത്തിന് വിധേയയാക്കിയത്. ശല്യം അസഹനീയമായതോടെ മലയാള സിനിമാ മേഖല ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം നടി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞതായാണ് സൂചന. യുവനടനെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച നടി സോണിയ മൽഹാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയും മൊഴിയും നൽകി. വീട്ടുകാരിൽ നിന്നും സമ്മർദ്ദമുള്ളതിനാൽ ആർക്കെതിരെയാണ് പരാതിയെന്ന് വെളിപ്പെടുത്തുന്നില്ലെന്ന് നടി മാധ്യമങ്ങളോട് പറഞ്ഞു. നടന്റെ പേര്, ലൊക്കേഷൻ തുടങ്ങിയ വിശദാംശങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. യുവനടനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സോണിയ മൽഹാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റുമല്ലോ. സിനിമാ സെറ്റിലുണ്ടായ കടന്നാക്രമണം ഉൾപ്പെടെ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർ ജി പൂങ്കുഴലിക്ക് വിശദമായ മൊഴി നൽകിയതായും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മലയാള സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിവിധ നടിമാർ രംഗത്തെത്തിയത്. ന്യൂസ് 18. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലെയാണ് മലയാള സിനിമയിലെ ചില താരങ്ങളുടെ അവസ്ഥ. സിനിമയിലെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് യുവതികളെ വേട്ടയാടിയവർ ഓരോരുത്തരായി പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. ആദ്യം സംവിധായകൻ രഞ്ജിത്ത്, ഒടുവിൽ യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. ബലാത്സംഗ കുറ്റവും ഭീഷണിയും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തത്. ബാബുരാജും വി കെ പ്രകാശും
ശ്രീകുമാർ മേനോനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള കേസിൽ പ്രതിയാവുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ്. ബലാത്സംഗത്തിന് പുറമെ ഭീഷണി ഉൾപ്പെടെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2016 ജനുവരിയിൽ തിരുവനന്തപുരത്ത് ടൂറിസം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞായിരുന്നു പീഡനം. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുക. എന്നാൽ നടിയുടെ ആരോപണത്തിനെതിരെ ആദ്യം തന്നെ സിദ്ദിഖ് പരാതി നൽകിയിരുന്നു. 8 വർഷം മുൻപുള്ള കുറ്റകൃത്യമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാകില്ല. സാഹചര്യ തെളിവുകൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനം. അറസ്റ്റ് ചെയ്താൽ ജാമ്യം ലഭിക്കില്ല. അതിനാൽ അറസ്റ്റിന് മുൻപ് മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കം സിദ്ദിഖ് ആരംഭിച്ചു കഴിഞ്ഞു. സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവതിയിൽ നിന്ന് മ്യൂസിയം പോലീസ് മൊഴി ശേഖരിച്ചു. നടൻ ബാബുരാജിനും സംവിധായകൻ ശ്രീകുമാർ മേനോനുമെതിരെ പരാതി നൽകിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുണ്ടെന്നും അന്വേഷിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും DIG അജിത ബീഗം അറിയിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുക. സംവിധായകൻ VK പ്രശാന്തിനെതിരെ പരാതി നൽകിയ കഥാകൃത്തിന്റെ മൊഴിയെടുക്കാനും നടപടി തുടങ്ങി. ഈ 2 പരാതികളിലും ഉടൻ കേസെടുത്തേക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ ബംഗാളി നടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് അന്വേഷണ സംഘം കൊൽക്കത്തയിലേക്ക് പോകുമെന്നാണ് വിവരം. ഓൺലൈനായി മൊഴി രേഖപ്പെടുത്താനുള്ള നിയമസാധ്യതയും SIT പരിശോധിക്കുന്നുണ്ട്. യുവനടൻ കടന്നു പിടിച്ചതായി ആരോപിച്ച സോണിയ മൽഹാറും പരാതി നൽകിയതോടെ അന്വേഷണ സംഘത്തിന് ഇതുവരെ ആകെ 18 പരാതികൾ ലഭിച്ചു. തീർന്നില്ല, എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ടീം മേലെ എടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ സാധ്യത ഉണ്ടാവും. മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധിച്ചിട്ട് ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാകും മൊഴിയെടുക്കലും കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും. ഓരോ പരാതികളിലും അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. പരാതിയുടെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. 4 നടന്മാർ, 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, 1 അഭിഭാഷകൻ എന്നീ 7 പേർക്കെതിരെ ആരോപണമുന്നയിച്ച നടിയുടെ ഉൾപ്പെടെ മൊഴികളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇതിന്റെ മേൽനോട്ട നടപടികൾ മുതിർന്ന ഉദ്യോഗസ്ഥരായ പൂങ്കുഴലിയും അജിത ബീഗവും വിലയിരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയും തമ്മിലുള്ള നേർക്കുനേർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. തൃശൂർ രാമനിലയത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് അനിലക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. അതിനിടെ സുരേഷ് ഗോപിയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്റെ വഴി എന്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുകേഷിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളിയ സംഭവത്തിലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. കോൺഗ്രസ് നേതാവ് അനിലക്കര നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ തൃശൂർ സിറ്റി ACPക്ക് പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയത്. പരാതിക്കാരിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും മൊഴിയെടുത്ത ശേഷമായിരിക്കും കേസെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ചൊവ്വാഴ്ച തൃശൂരിലെ രാമനിലയത്തിൽ വെച്ച് പ്രതികരണം തേടിയപ്പോഴായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളിയത്.
തൃശൂരിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മര്യാദ വിട്ട പെരുമാറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തെറ്റംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറാവണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിക്കെതിരെ ഇടതു പാർട്ടികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയും പരാതി നൽകി. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ഈ അടുത്ത കാലത്തായി കൊച്ചി കപ്പൽശാലയിൽ പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഷിപ്പ്യാർഡിൽ നിർമ്മാണത്തിലിരുന്ന INS വിക്രാന്തിൽ നിന്ന് ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയത് 4 വർഷം മുൻപാണ്. 2 വർഷം മുൻപ് ഒരു അഫ്ഗാൻ പൗരൻ അസം സ്വദേശി എന്ന വ്യാജേന ഇവിടെ ജോലി ചെയ്തിരുന്നുവെന്ന് സംസ്ഥാന പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാൾ പ്രതിരോധ വിവരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറിയെന്ന് സംശയമുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം കപ്പൽശാലയിൽ പരിശോധന നടത്തി. ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരം. പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ ജീവനക്കാരനിൽ നിന്നും ചോർന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. 2 വർഷം മുൻപ് ഒരു അഫ്ഗാൻ പൗരൻ അസം സ്വദേശി എന്ന വ്യാജേന കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് സംസ്ഥാന പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാൾ പ്രതിരോധ വിവരങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറിയെന്നാണ് സംശയിക്കുന്നത്. തുടർന്ന് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ അന്വേഷണം NIA ഏറ്റെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ വിശദ അന്വേഷണമാണ് NIA നടത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. അയൽവാസികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. തിരുവനന്തപുരം അയിരൂരിൽ വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മാല പൊട്ടിച്ചത് വീടിന് സമീപത്ത് താമസിക്കുന്ന യുവാവാണ്. അയിരൂർ സ്വദേശിനിയായ സുലഭയുടെ സ്വർണ്ണമാലയാണ് അയൽവാസി ആരോമൽ മോഷ്ടിച്ചത്. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവേ വീടിൻ്റെ അടുക്കള ഭാഗത്തു കൂടിയെത്തിയ പ്രതി ആരോമൽ കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി സുലഭയുടെ കണ്ണിൽ വിതറുകയും തോർത്തുകൊണ്ട് മുഖം മൂടുകയുമായിരുന്നു. കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ യുവാവ് ഓടിമറഞ്ഞു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം അയിരൂർ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് അയിരൂർ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. മോഷ്ടാവിൻ്റെ മുഖം വ്യക്തമായി കണ്ടില്ലെങ്കിലും അയൽവാസിയായ ആരോമലിനെ സംശയമുണ്ടെന്ന് സുലഭ പോലീസിനോട് പറഞ്ഞിരുന്നു. വീടിൻ്റെ പിൻവശത്തുകൂടി ആരോമൽ നടന്നു പോകുന്നത് നാട്ടുകാരിൽ ചിലരും കണ്ടിരുന്നു. മോഷ്ടാവ് മുളകുപൊടി കൊണ്ടുവന്ന പേപ്പർ കഷ്ണവുമായി പോലീസ് ആരോമലിൻ്റെ വീട്ടിലെത്തി. പത്രത്തിൻ്റെ കീറിയ ഭാഗം വീട്ടിലുണ്ടായിരുന്ന ബാക്കി ഭാഗവുമായി ഒത്തുനോക്കിയ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ആദ്യം യുവാവ് കുറ്റം സമ്മതിച്ചില്ല. ഉടൻ തന്നെ ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും പരിശോധിച്ചു. കൂടുതൽ ചോദ്യം ചെയ്തതോടെ മാല ബൈക്കിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ചതായി ആരോമൽ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ബുക്കെടുക്കാനായിട്ട് ഇങ്ങനെ കവറെടുക്കുകയായിരുന്നു. കവർ എൻ്റെ കയ്യിലിരുന്ന അത് കട്ടിലിൽ വെച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് എടുത്തും കൊണ്ട് അവിടെ നിന്നപ്പോൾ ആരാ വന്ന് ഇങ്ങനെ പുറക്കൂടെ വന്ന് എൻ്റെ കണ്ണ് കൊത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ആരാ എന്നെ കളിപ്പിക്കാൻ കണ്ണ് കൊത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേപോലെ നിന്ന് ആരടി എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മാലയിൽ പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്.
മാലയിൽ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാല പൊട്ടിക്കുന്നതെന്നും പറഞ്ഞാണ് അവിടെ കിടന്ന് വിളിച്ചത്. മോഷണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അയിരൂർ SHO ശ്യാം, ASI ഷിർജു, CPOമാരായ വിഷ്ണു, അനിൽകുമാർ, ഷൈൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് കൊട്ടാരക്കര വാളകത്തുണ്ടായ സംഭവം. ബൈക്കിലെത്തി വഴി ചോദിക്കുകയും മാല പൊട്ടിച്ച് കടന്നു കളയുകയും ചെയ്ത പ്രതിയെ നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിൽ പിടികൂടി. കൊല്ലം ഇരുവിപുര സ്വദേശി ജാസിർ സിദ്ദിഖാണ് അറസ്റ്റിലായത്. പിടിയിലായ ജാസിർ നിരവധി മോഷണ കേസുകളിൽ പ്രതിയെന്നാണ് വിവരം. ഇയാളുടെ കൂട്ടുപ്രതി ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. വാളകം MLA ജംഗ്ഷനിൽ ബൈക്കിലെത്തിയ 2 പേർ റോഡരികിൽ നിന്ന യുവതിയോട് വഴി ചോദിച്ചു. പിന്നാലെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞു. ഇവരുടെ നിലവിളി കേട്ടെത്തിയ കാർ ഡ്രൈവർ മോഷ്ടാക്കളെ പിന്തുടർന്നു. വാളകത്തിന് സമീപമുള്ള ഒരു ഇടറോഡിൽ വെച്ച് കാർ ബൈക്കിന് കുറുകെ നിർത്തി ഡ്രൈവർ മോഷ്ടാക്കളുമായി ഏറ്റുമുട്ടി. ഒരു സ്ത്രീ നിന്ന് കരയുന്നു. അപ്പോൾ 2 ബൈക്കിൽ അവിടെ നിന്നിട്ട് പെട്ടെന്ന് എടുക്കുന്ന എന്നെ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ മാഡം പറഞ്ഞു എൻ്റെ മാല പോയെന്ന്. ഉടനെ തന്നെ വാളകത്തിന് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റപ്പോഴത്തേക്ക് അവർ പുറകെ കയറി തിരിച്ചു പോയിട്ട് വാളകം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വളത്തോട്ടുള്ള റോഡേ കയറി. അവിടെ ചെന്ന് ഒരു 2 കിലോമീറ്റർ ചെന്നപ്പോഴത്തേക്ക് വളവായിരുന്നു. വളവിനിട്ട് ഞാൻ ഇങ്ങനെ ക്രോസ് വെച്ചപ്പോഴത്തേക്ക് ഇവർ സ്പീഡ് വന്നു, വലിക്കത്തില്ല വണ്ടി. സ്പീഡ് വന്നപ്പോഴത്തേക്ക് എടുത്തടിച്ച് വീണു. അപ്പൊ കൈ മുറിഞ്ഞിട്ടുണ്ട്, ഈ ആളിന്റെ ഈ പിടിച്ച പ്രതിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് വീണതിന്റെ. അപ്പൊ ആ ബ്ലഡാണ് എന്റെ ദേഹത്തിൽ. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്നെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു. തുടർന്ന് കൊല്ലം ഇരവിപുരം സ്വദേശി ജാസിർ സിദ്ദിഖിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അക്രമാസക്തനായ പ്രതിയെ അതിസാഹസികമായാണ് നാട്ടുകാർ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ജാസിറിനെതിരെ വേറെ കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജാസിർ സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കൊട്ടാരക്കര പോലീസ് അറിയിച്ചു. കൊട്ടാരക്കര. നമ്മുടെ നാട്ടിൽ ലഹരി കേസിൽ പിടിയിലാകുന്ന സംഘത്തോടൊപ്പം ഒരു യുവതിയും ഉണ്ടാകും. കാരണം പെൺകുട്ടികളെയും യുവതികളെയും ഉപയോഗിച്ചാണ് പ്രധാനമായും ഇപ്പോൾ ലഹരിക്കടത്ത് നടക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ MDMA കടത്തുന്നതിനിടെ യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് പിടികൂടി. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഡാനിഷ്, താമരശ്ശേരി സ്വദേശിനി ജിൻഷ എന്നിവരാണ് പിടിയിലായത്. റിസോർട്ടിൽ നിന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനക്കാംപൊയിലിലെ റിസോർട്ടിൽ നിന്നാണ് കൊടുവള്ളി വാവാട് സ്വദേശി മുഹമ്മദ് ഡാനിഷ്, താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശി ജിൻഷ എന്നിവർ പിടിയിലായത്. കാറിൽ ലഹരിമരുന്ന് കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ആദ്യം വാഹനം കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റിസോർട്ടിൽ നിന്ന് ഇരുവരെയും പിടികൂടിയത്. 6.32 ഗ്രാം MDMA ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡാനിഷ് മുമ്പും ലഹരിമരുന്ന് കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മേഖലയിലെ സ്കൂളുകൾ, റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ ഒരു കാറിൽ ലഹരി മരുന്ന് കൊണ്ടുപോകുന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുവമ്പാടി SIയും പാർട്ടിയും അങ്ങോട്ട് പോയി അവിടെ കാറിൽ നിന്നും അതുപോലെ കോൺട്രബാൻഡ് ഐറ്റംസ് കണ്ടെടുക്കുകയും പ്രതികളെ SIയും പാർട്ടിയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്താനും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും റിസോർട്ട് ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ പോലീസ് മേധാവിയും താമരശ്ശേരി DYSP സാറും തന്നിരിക്കുന്നത്. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. തിരുവമ്പാടി SI VK അബ്ദുൾ റസാഖ്, ASIമാരായ രജിനി, ഷീന, സീനിയർ CPOമാരായ അനൂപ്, ഉജേഷ്, സുഭാഷ്, സുബീഷ്, രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
ന്യൂസ് 18 മുക്കം. പരസ്യമായി പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകൃത്യമാണ്. പോലീസോ എക്സൈസോ ഇത് കണ്ടാൽ ചോദ്യം ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ പത്തനംതിട്ട ചിറ്റാറിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായി. ചിറ്റാർ എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരെയാണ് കൊടുമുടി സ്വദേശികളായ അഖിൽ, അരുൺ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. പരുക്കേറ്റ ഉദ്യോഗസ്ഥർ പെരുന്നാട് ആശുപത്രിയിൽ ചികിത്സ തേടി. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെയാണ് സംഭവസ്ഥലത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന അഖിലുമരണും മർദ്ദിച്ചത്. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരുമായി അഖിലുമരണും ആദ്യം വാക്കേറ്റമുണ്ടതിനു ശേഷമായിരുന്നു മർദ്ദനം. പെമ്പിളാര് പോകുമ്പോ പെമ്പിളാരുടെ കമന്റ് മർദ്ദനത്തിൽ ചിറ്റാർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CK മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസറായ അനന്തു, ഡ്രൈവർ ശ്യാം എന്നിവർക്ക് പരിക്കേറ്റു. ഓണക്കാലത്ത് വ്യാജവാറ്റും വിൽപ്പനയും സജീവമായ മേഖലയിൽ എക്സൈസ് സംഘത്തിന് നേരെ മുൻപും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയുടേത് തൂങ്ങിയ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും കോഴിക്കോട് നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരണം. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകമാണെന്ന സംശയം ഉന്നയിച്ച് ബന്ധുക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ തിങ്കളാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒന്നാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. സ്മൃതി തൂങ്ങി മരിച്ചതല്ലെന്നും കൊലപാതകമാണെന്നുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് സ്മൃതിയുടേത് തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചത്. മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് കുമ്പള CI വിനോദ് കുമാറും വ്യക്തമാക്കി. ആത്മഹത്യാ പ്രേരണയുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിഷമത്തിലായിരുന്നു സ്മൃതിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. 3 വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിലെത്തിയത്. ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവിടെ സർജൻ ഇല്ലാത്തതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കൊല്ലം തെന്മല ഉരുക്കളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വർക്കല കാപ്പിൽ ബീച്ചിന് സമീപം വീട്ടിൽ നിന്ന് MDMA-യും കഞ്ചാവും പിടികൂടി. ബീച്ചിന് സമീപം താമസിക്കുന്ന പാർത്ഥൻ, നെയ്യാറ്റിൻകര പ്ലാമൂട് സ്വദേശി അഭിജിത്ത് എന്നിവർ അറസ്റ്റിൽ. മലപ്പുറം കൊണ്ടോട്ടിയിൽ പിതാവ് കാറിന്റെ താക്കോൽ നൽകാത്തതിൽ പ്രകോപിതനായ യുവാവ് കാർ കത്തിച്ചു. വീട്ടുകാരുടെ പരാതിയിൽ നീറ്റാണി സ്വദേശി ഡാനിഷ് മിൻഹാജിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ജീവനൊടുക്കി. മുതുകുറ്റി സ്വദേശി ആനന്ദാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചത്. കണ്ണൂർ പരിയാരം വിളയാങ്കോട് ശിവക്ഷേത്രത്തിൽ ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായി.
അറസ്റ്റിലായത് തൃശൂർ സ്വദേശി ഷിബു, മട്ടന്നൂർ സ്വദേശി വിജേഷ് എന്നിവർ. നല്ലൊരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടിരുന്ന യുവാവ്, പ്രതിശ്രുത വരനെ കാത്തിരുന്ന പെൺകുട്ടി. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് ആ ദുരന്ത വാർത്ത കേട്ടത്. പ്രതിശ്രുത വരനെ വിവാഹ ദിവസം ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജിതിനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തത്. ഷാർജയിൽ ജോലി ചെയ്തിരുന്ന ജിതിൻ വിവാഹത്തിനാണ് നാട്ടിലെത്തിയത്. രാവിലെ ചടങ്ങിന് വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കുളിക്കാൻ ശുചിമുറിയിൽ കയറിയ ജിതിൻ ജീവനൊടുക്കുകയായിരുന്നു. യുവാവിൻ്റെ ഫോൺ കോൾ വിവരങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തണം. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പേർക്ക്